ഹായ് ഓൾ, എൻ്റെ പേര് നസിയ. ഞാൻ 4 കുട്ടികളുടെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. തൈറോയ്ഡ് ഉണ്ടായിരുന്നു, ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, ഭയങ്കര ബോഡി ഓവർ വെയ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ വെയിറ്റ് കൂടി വരുന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് നോക്കി കുറച്ച് വർക്കൗട്ടൊക്കെ വീട്ടിൽ ചെയ്യുമായിരുന്നു. പിന്നെ ഫുഡ് കൺട്രോളൊക്കെ ചെയ്തിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുമായിരുന്നു. വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ തടി കുറയുന്നുണ്ട്. പക്ഷേ അതിലുപരി എനിക്ക് വേറൊരു പ്രശ്നമാണ് അവിടെ ഉണ്ടായത്. എനിക്ക് നീ പെയിൻ, മുട്ടുവേദന കൂടി. അപ്പോൾ തീരെ തന്നെ ഓരോ സ്റ്റെപ്സും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായി. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകണമെന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ടൈമിലാണ് ഞാൻ യോഗയെക്കുറിച്ച് അറിയുന്നത്. അതായത് എൻ്റെ ചേച്ചി യോഗ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ കയറിയിട്ട് ഒരു 2 ദിവസമായപ്പോഴത്തേക്കും എന്നെ വിളിച്ച് ചോദിച്ചു, നിനക്ക് യോഗ ചെയ്യാൻ താല്പര്യമുണ്ടോ? ആദ്യം കേട്ടപ്പോൾ ഞാൻ ഒരു നോയാണ് പറഞ്ഞത്. അപ്പോൾ എന്നെക്കാളും ഒരു മടിയുള്ള ഒരാളായിരുന്നു എൻ്റെ ചേച്ചി. അപ്പോൾ ചേച്ചി യോഗയിൽ കയറിയെന്ന് അറിഞ്ഞപ്പോൾ നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. കാരണം യോഗ ഒരു മെഡിറ്റേഷനാണെന്ന് കേട്ടിട്ടുണ്ട്. ഫുൾ ബോഡിക്കായിട്ടുള്ളൊരു മെഡിറ്റേഷനാണ്. എൻ്റെ മെയിൻ പ്രോബ്ലമായ തടി കുറയലും ചിലപ്പോൾ അതിലൂടെ സാധിച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. എൻ്റെ നമ്പർ ചേച്ചി ഇതിൻ്റെ യോഗ പഠിപ്പിക്കുന്ന മാമായ വിജിത ടീച്ചറിൻ്റെ കയ്യിൽ കൈമാറി. അപ്പോൾ അങ്ങനെ എന്നെ പുള്ളിക്കാരി വിളിക്കുകയുണ്ടായി. വിളിച്ചിട്ട് എൻ്റെ ഓരോ ഈച്ച് ആൻഡ് എവ്രി ഓരോ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് ഭയങ്കര സപ്പോർട്ട് തന്നു. അതെല്ലാം നമുക്ക് എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് യോഗയിലൂടെ മാറ്റിയെടുക്കാമെന്ന് എനിക്കൊരു കോൺഫിഡൻറ്റ് എൻ്റെ ഉള്ളിൽ തന്നു. അങ്ങനെ ഞാൻ യോഗയ്ക്ക് കയറി. വെളുപ്പിന് 4 മണിക്കൊക്കെ എണീക്കേണ്ട, 4 മണി അല്ലെങ്കിൽ 5 മണി. ഈ നേരത്തെ എണീക്കുന്നതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ യോഗയ്ക്ക് വേണ്ടിയിട്ട് 4 മണിക്കൊക്കെ ഞാൻ അലാറമൊക്കെ വെച്ച് എണീക്കുമായിരുന്നു. 4 മണിക്കൊക്കെ അലാറമൊക്കെ വെച്ച് ഞാൻ എണീക്കാറുണ്ട് യോഗയ്ക്ക് വേണ്ടി. അങ്ങനെ ചെയ്യുമ്പോൾ യോഗ കഴിഞ്ഞിട്ട് നേരെ പോയി നിസ്കരിക്കും. സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം യോഗ ചെയ്യുന്നത് വരെ എനിക്ക് രാവിലത്തെ നമസ്കാരം കിട്ടത്തില്ലായിരുന്നു, എണീക്കാൻ വേണ്ടിയുള്ള ഒരു മടി കാരണം. അത് ഞാൻ ഈ യോഗയിലൂടെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റി. നല്ല മാറ്റമാണ് വന്നിരിക്കുന്നത്. ഞാൻ യോഗ ചെയ്തിട്ട് 4 മണിക്ക് എണീറ്റ് യോഗ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പോയി നേരെ നിസ്കരിക്കും. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിൽ കയറും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമാണ്, ഹസ്ബൻഡിന്. ആൾ ഭയങ്കര സപ്പോർട്ടാണ് ഈ കാര്യത്തിൽ, ചെയ്യാൻ വേണ്ടിയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് യോഗ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് രാവിലത്തെ ജോലികളെല്ലാം നേരത്തെ കഴിയും. പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കാൻ പറ്റും. ഈ രാവിലെ സ്കൂളിൽ വിടുന്ന ആ ഒരു തിരക്കിൽ മക്കളുടെ അടുത്തൊക്കെ ഭയങ്കര ദേഷ്യമായിരിക്കും എനിക്ക്. അവർ നേരെ റെഡിയാവാത്തതിനും പകുതി ജോലി ഞാൻ ഇവിടെ കിടന്ന് ചെയ്യുമ്പോൾ അവരെ ഒറ്റയ്ക്കാണ് ഞാൻ റെഡിയാവാൻ എല്ലാത്തിനും പറഞ്ഞുകൊണ്ടിരുന്നത്. കുഞ്ഞു മക്കളാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന ഞാൻ ഇപ്പോൾ യോഗയുടെ ആ ഒരു ചേഞ്ച് കാരണം ഭയങ്കര ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്ത് മക്കളുടെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി പറഞ്ഞു കൊടുത്ത് പകുതി ഞാനും ഹെൽപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. മൊത്തത്തിലൊരു നമ്മുടെ സ്വഭാവം തന്നെ ചേഞ്ചായി. ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്ത് അങ്ങനെയൊക്കെ മാറാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്ക് പെയിൻ നല്ല കുറഞ്ഞു വന്നു. 2 മാസമായി ഞാൻ യോഗ ചെയ്തിട്ട്, 2 മാസം ആവുന്നു. അപ്പോൾ എനിക്ക് ബാക്ക് പെയിനൊക്കെ കുറഞ്ഞു വന്നു. തൈറോയ്ഡ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റി. പിന്നെ ഭയങ്കര നല്ല ഫുഡിയായിരുന്നു ഞാൻ. നന്നായിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യും. അതിനുള്ള വെയിറ്റും എൻ്റെ ബോഡിയിലുണ്ടായിരുന്നു. അപ്പോൾ യോഗ ചെയ്തപ്പോഴത്തേക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ഇങ്ങനെ കൺട്രോൾഡ് ആവാൻ തുടങ്ങി. ഞാൻ ആദ്യമൊക്കെ ട്രെയിനറിനെ വിളിച്ചിട്ട് ചോദിക്കുമായിരുന്നു, വിജിത ചേച്ചി വിളിച്ച് ചോദിക്കുമായിരുന്നു, അതായത് ഇതിൽ ഡയറ്റൊന്നുമില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്, ഓൾറെഡി നമ്മളിതിന് ഡയറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് ഫുഡിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു വരും. ആദ്യമൊന്നും ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ ആയപ്പോഴത്തേക്കും എനിക്കത് കാണാൻ പറ്റി.
എൻ്റെ ആ ഒരു ലൈഫ് ടൈമിൽ എനിക്കത് ഒരു ചേഞ്ച് എനിക്ക് കൊണ്ടുവരാൻ പറ്റി. ഫുഡൊന്നും എത്രയൊക്കെ എടുത്തു വെച്ചാലും നമ്മുടെ ഒരു മിതമായ അളവിനല്ലാതെ അപ്പുറം എനിക്കത് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡ് കൺട്രോളും അതിലൂടെ ഞാൻ മാറ്റിയെടുത്തു, യോഗയിലൂടെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യോഗ ട്രെയിനറായ വിജിത ടീച്ചർ. പുള്ളിക്കാരി എനിക്ക് ഭയങ്കര സപ്പോർട്ടീവാണ്. എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി യോഗയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളെപ്പോലെ തന്നെ കിച്ചണിൽ കയറി എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ കിച്ചണിൻ്റെ ഇടയിലും എന്നെ വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിക്കുമായിരുന്നു. എങ്ങനെയുണ്ട്, എന്താണ് കണ്ടീഷൻ എന്നൊക്കെ എപ്പോഴെപ്പോഴും വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുമായിരുന്നു. പിന്നെ രാവിലെ ഈ 4 മണിക്ക് എണീക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് യോഗ ടീച്ചറിൻ്റെ ആ ഒരു കാര്യം തന്നെയാണ്. ഒരു കൊച്ചു കുഞ്ഞിനെയും വെച്ചിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് ഫീഡ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ യോഗയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നുള്ളത് ഡെഫിനറ്റ്ലി ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്നും അല്ലാന്ന് എനിക്ക് തോന്നിപ്പോവും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ രാവിലെ എണീക്കുന്നത്. പിന്നെ എൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വേണ്ടി, എൻ്റെ ലൈഫിലെ നല്ല മാറ്റങ്ങൾക്ക് വേണ്ടി, എല്ലാത്തിനും കൂടിയിട്ടാണ് ഞാൻ ഈ യോഗ ചെയ്യുന്നത്. ചെയ്തപ്പോൾ നല്ലൊരു മാറ്റമാണ് എനിക്ക് കണ്ടെത്താൻ സാധിച്ചത്.